ദൈവം നമുക്ക് രണ്ട് ചെവികളും ഒരു നാവുമാണ് തന്നിരിക്കുന്നത്. നാവിനേക്കാൾ എണ്ണത്തിൽ ഒന്ന് കൂടുതലാണ് ചെവിക്കുള്ളതെങ്കിൽ അതിൻ്റെ പ്രാധാന്യതയും അതിനുണ്ട്. ആ പ്രാധാന്യത എത്രേ നാം സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ കേൾക്കേണ്ടിയിരിക്കുന്നു എന്നത്. ഈ തത്വം മനുഷ്യർ തമ്മിലുള്ള കാര്യത്തിലായാലും മനുഷ്യനും ദൈവവും തമ്മിലുള്ള കാര്യത്തിലായാലും അങ്ങനെ തന്നെയാണ്. നാമും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ദൈവത്തിന് നമ്മോട് പറയുവാനുള്ള കാര്യങ്ങൾ കേൾക്കുവാനുള്ള ഒരു വ്യഗ്രത നമുക്കുണ്ടാകേണ്ടിയിരിക്കുന്നു. നാം കൂടുതലായി സംസാരിക്കുന്നത് കൊണ്ടത്രേ തിരുവചനം ഇങ്ങനെ പറയുന്നത്. 46-ാം സങ്കീർത്തനം 10-ാമത്തെ വാക്യം, മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്നറിഞ്ഞുകൊള്ളുവീൻ. ദൈവത്തെ നാം കൂടുതലായി അറിയണമെങ്കിലും നമ്മോടുള്ള അവൻ്റെ പ്രവർത്തന പദ്ധതികളെക്കുറിച്ചും അവൻ്റെ ഇഷ്ടങ്ങളെക്കുറിച്ചുമുള്ള ശരിക്കുള്ള ബോധ്യം നമുക്കുണ്ടാകണമെങ്കിലും അവൻ നമ്മോട് സംസാരിക്കുന്നത് നാം കൂടുതലായി കേൾക്കേണ്ടിയിരിക്കുന്നു. ദൈവം സംസാരിക്കുന്നത് പ്രാധാന്യതയോടെയും ഗൗരവത്തോടെയും കേട്ടിരുന്ന പഴയ നിയമത്തിലെ ഒരു ഭക്തനായ ദാവീദ് പറയുന്നത് ശ്രദ്ധിക്കുക. 62-ാം സങ്കീർത്തനം 11-ാമത്തെ വാക്യം, ദൈവം ഒരിക്കൽ അരുളി ചെയ്തു, ഞാൻ 2 പ്രാവശ്യം കേട്ടുമിരിക്കുന്നു. ദൈവം പലവട്ടം അരുളി ചെയ്തത് ഒരു തവണയെങ്കിലും കേൾക്കുവാനുള്ള മനസ്സ് ഇന്ന് പലർക്കുമില്ലാതിരിക്കുന്നത് ദൈവത്തിൽ നിന്നും നാം കേൾക്കേണ്ടതിൻ്റെ പ്രാധാന്യത അധികമായി നാം ചിന്തിക്കാത്തത് നിമിത്തമാണ്. യഹോവയുടെ വചനം ദുർലഭമായിരുന്ന ഒരു കാലഘട്ടം വേദപുസ്തക ചരിത്രത്തിലുണ്ടായിരുന്നു. ദർശനം ഏറെ ഈ കാലഘട്ടത്തിലില്ലായിരുന്നു. ആത്മീയമായ മൂല്യച്യുതി ഉണ്ടായിരുന്ന ആ കാലഘട്ടത്തിൽ യഹോവയുടെ ശബ്ദത്തെ അവഗണിച്ചിരുന്ന പുരോഹിതനായ ഏലിയുടെ മക്കളായ ഹൊഫ്നിയും ഫിനഹാസും ജീവിച്ചിരുന്ന അതേ നാട്ടിൽ ദൈവത്തിൻ്റെ വിളി കേൾക്കുവാൻ തയ്യാറായ ഒരു ബാലനുണ്ടായിരുന്നു. അവനത്രേ പിന്നത്തേതിൽ ദാൻ മുതൽ ബേർഷേബ വരെയുള്ള ഇസ്രായേൽ ജനമൊക്കെയും വിശ്വസ്ത പ്രവാചകൻ എന്നെണ്ണിയ ശൗമേൽ. ചില സന്ദേശങ്ങൾ കൈമാറുവാനും ദൈവത്തിൻ്റെ പദ്ധതി നമ്മെ അറിയിക്കുവാനും അത്രേ ദൈവം ഇന്നും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. കേൾക്കുവാൻ നമുക്ക് മനസ്സുണ്ടോ? ഹാവ് എ ബ്ലെസ്സഡ് ഡേ.